ക്രിസ്തു എല്ലാം പൂർത്തിയാക്കി. യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന പ്രതാപിയും ശക്തനുമായ രാജാവായിട്ടല്ല യേശു സ്വയം പരിചയപ്പെടുത്തിയത്. പഴയ നിയമത്തിലെ നിയമങ്ങളും പ്രവചനങ്ങളും തന്നിലും തന്നിലൂടെയും പൂർത്തിയാക്കാനും അവരുടെ ദൈവസങ്കല്പത്തെ തിരുത്താനും വന്ന ദൈവസുതനായിരുന്നു അവിടുന്ന്. ദൈവത്തെ ക്ഷിപ്രകോപിയായ വിധിയാളനായി യഹൂദജനം മനസ്സിലാക്കി. യേശു ആ സങ്കല്പം അപ്പാടെ തിരുത്തി. ദൈവം സ്നേഹിക്കുന്ന, ക്ഷമാശീലനും കരുണാർദ്രനും കരുതുന്നവനുമായ പിതാവാണെന്ന് യേശു സ്വജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. യഹൂദ മത നേതാക്കൾ ദൈവം നൽകിയ നിയമങ്ങളെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയും അവയോടൊപ്പം തങ്ങളുടേതായ അനേകം നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് ജനജീവിതം ദുസ്സഹമാക്കുകയും ചെയ്തു. യേശു പറഞ്ഞു, നിയമം മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയാണ്. നിയമം പാലിക്കാൻ വേണ്ടി മനുഷ്യനെ ദ്രോഹിക്കരുത്. നിയമത്തിൻ്റെ അടിസ്ഥാന തത്വം സ്നേഹവും കരുണയുമാണ്. യേശുവിൻ്റെ ഈ സമീപനം ജനങ്ങൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകി. പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകിയ അഭിഷിക്തനും രക്ഷകനും താനാണെന്ന് യേശു തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തികളിലൂടെയും സ്പഷ്ടമാക്കി. യേശുവിൻ്റെ പഠനങ്ങൾ സാധാരണ ജനങ്ങളും സമൂഹത്തിലെ തിരസ്കൃതരും ആവേശപൂർവ്വം സ്വീകരിച്ചു. മത നേതാക്കന്മാർ യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. കാരണം സ്വാർത്ഥതയും അഹങ്കാരവും നിമിത്തം അവർ അന്ധരായിരുന്നു. മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ യേശുവിനെ സമീപിക്കുന്നവർക്ക് മനസ്സിലാകും, നസറത്തിലെ തച്ചൻ്റെ മകനായ യേശു പഴയ നിയമം തിരുത്തുകയും നവീകരിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്ത ദൈവപുത്രനാണെന്ന്.